ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിൽ പുതിയ പാലം നിർമ്മിക്കും. 35 കോടിയുടെ പദ്ധതിക്ക് അംഗീകാരം നൽകിയതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. തിരുവനന്തപുരത്ത് ഉമേഷ് ബാലകൃഷ്ണൻ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ഉമേഷ്, ഈ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ചൂരൽമലയിൽ ഉണ്ടായിരുന്ന ആ പഴയ പാലത്തിൻ്റെ, അതായത് ഇപ്പോൾ ബെയിലി പാലമുള്ള ഇടത്ത് തന്നെയാണോ പുതിയ പാലം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്? 35 കോടിയുടെ പദ്ധതി അതിന് അംഗീകാരം നൽകിയെന്നാണല്ലോ ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്ത് മാറ്റമാണ് ചൂരൽമലയിൽ ഈ പാലം വരുന്നതോടുകൂടി സംഭവിക്കുക? ഈ ബെയിലി പാലം നിർവഹിക്കുന്ന അതേ ചുമതല തന്നെ, അതായത് മുണ്ടക്കൈ ആട്ടമലയുമായി ബന്ധിപ്പിക്കുന്ന പാലം തന്നെയാണ് പുനർനിർമ്മിക്കുന്നത്. അത് സ്ഥാനമടക്കം ഇനി കണ്ടെത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇതേ നദിയുടെ കുറുകെ തന്നെയായിരിക്കും ഈ പാലം വരുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ സ്ഥലം കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട്. കാരണം 267.95 മീറ്റർ ആയിരിക്കും പാലത്തിന്റെ നീളം. അതിൽ 107 മീറ്ററോളം നദിയുടെ മുകളിലൂടെയും ബാക്കി 80 മീറ്റർ ഇരുകരകളിലുമായിരിക്കും ഈ ഒരു നീളം വരിക. ഈ രീതിയിലായിരിക്കും പാലം നിർമ്മിക്കുന്നത്. എന്തായാലും ഇനിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ പോലും ഈ പാലത്തെ ബാധിക്കാത്ത രീതിയിൽ കഴിഞ്ഞ തവണ ഏറ്റവും ഉയർന്ന ജലനിരപ്പ് എത്രയാണോ അതിനേക്കാൾ ഉയർന്ന നിരപ്പിലായിരിക്കും ഈ പാലം പണിയാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും 80 മീറ്റർ രണ്ട് കരഭാഗത്തു കൂടി ചേർന്നിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സ്ഥാനം ഇനി നിശ്ചയിക്കേണ്ടതുണ്ട്. 35 കോടി രൂപയാണ് ഇതിനായി ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ദുരന്ത ബാധിത മേഖലയിൽ വീണ്ടും പാലം കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ മറ്റേതെങ്കിലും തരത്തിൽ കുറെ കൂടി സുശക്തമായ നിലയിൽ വേണമല്ലോ അതിൻ്റെ നിർമ്മാണം നടത്താൻ. അതിനെക്കുറിച്ച്, അതിൻ്റെ സാങ്കേതിക വിദ്യയെക്കുറിച്ച്, അതിൻ്റെ ടെക്നോളജിയെക്കുറിച്ച് എന്തെങ്കിലും മന്ത്രി പറഞ്ഞു? നിലവിൽ അത്തരമൊരു നിർദ്ദേശങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി നിലവിൽ 35 കോടി രൂപ ഈ പാലം നിർമ്മിക്കാനുള്ള ഫണ്ടായി വകയിരുത്തിയിട്ടുണ്ട്. ഇനി പൊതുമരാമത്ത് വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതികത്വം, ഏത് രീതിയിൽ പാലം വേണം, എങ്ങനെയാണ് ഈ പ്രദേശത്തെ ഇനി ഒരുപക്ഷെ ഉരുൾപൊട്ടലോ മറ്റ് വലിയ രീതിയിൽ ജലനിരപ്പ് ഉയരുകയോ ചെയ്തു കഴിഞ്ഞാൽ പാലം ഏത് രീതിയിൽ അതിജീവിക്കും, നേരത്തെ ഉണ്ടായിരുന്ന പാലത്തിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ഏത് രീതിയിൽ പാലം വേണം, കൂടുതൽ ശക്തമായി കൂടുതൽ ദീർഘകാലം നിലനിൽക്കാൻ ഏത് രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനം അവലംബിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.